കോഴിക്കോട് ബൈപ്പാസിൽ കർശന വിലക്ക്. ഇരുചക്ര വാഹനങ്ങൾക്കും ഓട്ടോറിക്ഷകൾക്കും പ്രവേശനമില്ല. രാമനാട്ടുകരം മുതൽ വെങ്ങളം വരെയുള്ള കോഴിക്കോട് ബൈപ്പാസിൽ 6 പാതയിലൂടെ ഇരുചക്ര വാഹനങ്ങൾക്കും ഓട്ടോറിക്ഷകൾക്കും നിരോധനം നടപ്പാക്കി തുടങ്ങി. നേരത്തെ നിരോധനമുണ്ടെങ്കിലും ഇപ്പോഴാണത് കർശനമാക്കുന്നത്. നടപടികൾ തുടങ്ങിയെന്നും ഘട്ടം ഘട്ടമായി ബൈപ്പാസിലെ എല്ലാ പോയിന്റുകളിലും വിലക്ക് നടപ്പാക്കുമെന്നും ദേശീയപാത അതോറിറ്റി പ്രൊജക്ട് ഡയറക്ടർ വ്യക്തമാക്കി. ആളുകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഇത്തരമൊരു നടപടിയെന്നും അദ്ദേഹം പറഞ്ഞു. 6 പാതയിലേക്ക് ഓട്ടോറിക്ഷകൾക്കും ഇരുചക്ര വാഹനങ്ങൾക്കും വിലക്കേർപ്പെടുത്തി ബൈപ്പാസ് തുറന്നപ്പോൾ തന്നെ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ ആരും ഇത് പാലിക്കാറില്ല. ഓവർടേക്ക് ചെയ്യാനുള്ള 3ാമത്തെ വരിയിലൂടെ വരെ ഇരുചക്ര വാഹനങ്ങൾ പോകുന്നുണ്ട്. മഴ തുടങ്ങിയ സാഹചര്യത്തിൽ ഇത് കൂടുതൽ അപകടമുണ്ടാക്കുന്നു എന്നതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം സിറ്റി പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണർ പദം സിംഗിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് കർശനമാക്കാൻ തീരുമാനിച്ചത്. നിരോധനം ലംഘിക്കുന്നവർക്കെതിരെ നടപടിയുണ്ടാകും. അതോടൊപ്പം തന്നെ 6 പാതയിലും സർവീസ് റോഡിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നവർക്കെതിരെ നടപടിയെടുക്കാൻ തീരുമാനിച്ചു. പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾ പോലീസിന്റെ സഹായത്തോടെ ദേശീയപാത അതോറിറ്റി ക്രെയിൻ ഉപയോഗിച്ച് നീക്കും. വാഹനം കേടായാൽ മാത്രമേ നിർത്തിയിടാൻ അനുവദിക്കൂ. നിലവിൽ 6 പാതയിലും സർവീസ് റോഡിലും പാർക്ക് ചെയ്യാറുണ്ട്. തൊണ്ടയാട് പുറക്കാട്ടിരി പാലത്തിന് സമീപം പലോറമല എന്നിവിടങ്ങളിലെല്ലാം ടാങ്കർ ലോറികൾ ഉൾപ്പെടെ സ്ഥിര പാർക്കിംഗ് കേന്ദ്രങ്ങളാണ്.